എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് റീയൂസ് ചെയ്യണത് ഇതുപോലത്തെ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റിൻ്റെ ആ ഒരു കവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കവർ കുറച്ച് നല്ലതാണ്, നല്ല സ്ട്രോങ് ആണ്. പിന്നെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ടൈപ്പ് കവറാണ്, കളയാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാവും അങ്ങനെ അതിൻ്റെ ഒരു റീയൂസ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കവറിന്ന് ഞാൻ റീയൂസ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പാക്കറ്റ് എടുത്തിട്ട് സെൻറ്ററിലൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൻ്റെ സെൻറ്ററിലൂടെ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ സൈഡിലൊന്ന് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ തോന്നിയത്, അതുകൊണ്ടാണ് അവിടെ ചെറിയൊരു കട്ടിങ് കാണുന്നത്. അപ്പോൾ സെൻറ്ററിലൂടെ കട്ട് ചെയ്താൽ മതി, നിങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കാനാണ്, കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അപ്പോൾ ഞാനത് ഒരിക്കലും ഈ സൈഡിൽ കട്ട് ചെയ്തുകൊണ്ട് ആ ഒരു കട്ടിങ് വന്നു എന്നേ ഉള്ളൂ. അത് സാരില്ല, നമുക്കത് ഒട്ടിച്ച് വരുമ്പോൾ അറിയില്ല. കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് കറക്റ്റ് സൈഡും കൂടെ ഒരു സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മളിതേ ഇതുപോലെ 3 ബോക്സുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് ഒന്നുകിൽ നല്ല ഭംഗിയുള്ള ഏതെങ്കിലും തുണിയുടെ പീസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കളർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ ഇതേ ഞാൻ എൻ്റെ കയ്യിലുള്ളത് സ്റ്റിക്കറാണ് കേട്ടോ, ഇത് ബ്ലാക്ക് കളറിലുള്ളത്. അപ്പോൾ കുറച്ച് എളുപ്പമാണ്, കാരണം നമുക്ക് പശ പിന്നെ തേക്കണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. സാധാരണ പേപ്പറാണെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി, ആ ഒരു എഴുതിയതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നീളത്തിൽ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ, രണ്ട് സൈഡും നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഉള്ളിൽ ആക്കണം എന്നില്ല. ഉള്ളിൽ ഞാൻ ലാസ്റ്റ് വെറുതെ ചാർട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഉള്ളിൽ ഞാൻ ഈ ഒരു സൈഡിൽ കണ്ടോ ഇതുപോലെ ഒരു ചതുരത്തിൽ കൊടുക്കണം കേട്ടോ, അത് പുറത്തേക്ക് വേണ്ട, ഉള്ളിൽ മാത്രം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടേക്കാണ് കവർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യുക. ഇനി ഇത് 3 ഇപ്പോൾ ഇതേ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ് കേട്ടോ. കട്ടിയുള്ള എന്തായാലും മതി, അത് നമുക്ക് നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് നീളത്തിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഒരു പീസ് പോരെ, ഒരു 4 പീസ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈലിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഉണ്ടായിരുന്നു, കണ്ടോ, ആ ഒരു ബോർഡാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടിയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് 2 എണ്ണം വീതം ഒന്ന് കൂട്ടി ഒട്ടിക്കുകയാണ്, ഒരു കട്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 എണ്ണം ഒട്ടിക്കുക, പിന്നെ അപ്പുറത്തും 2 എണ്ണം ആയിട്ട്, അങ്ങനെ മൊത്തം 4 എണ്ണം കൂടിയിട്ട് 2 എണ്ണം ആക്കി മാറ്റണം. ഇപ്പോൾ ഞാൻ 2 എണ്ണം കൂട്ടി ഒട്ടിക്കുകയാണ്. ഇനി അടുത്തതും ഇതുപോലെ 2 എണ്ണം കൂടി കൂട്ടി ഒട്ടിച്ചാൽ ആ ഒരു പരിപാടി തീരും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ എടുത്ത അതേ പേപ്പർ വെച്ച് തന്നെ ഈ ഒരു 2 പീസുകളും കൂടെ കവർ ചെയ്യണം കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ 2ഉം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പേപ്പർ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ കവർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫെവിക്കോള് എടുക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ബോക്സുകൾ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കണം, 2 സൈഡ് ഗമ്മാക്കിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ 2 സൈഡിലും പേപ്പർ വെച്ച് കവർ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം ഫസ്റ്റത്തെയും അതുപോലെ ലാസ്റ്റത്തെയും ഒട്ടിച്ചിട്ട് പിന്നെ സെൻറ്ററിലത്തെ ഒട്ടിക്കുകയാണ്. നമുക്ക് ആ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓർഗനൈസർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ ഞാനൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം. അത് അടുപ്പിച്ചിട്ടൊരു 4 എണ്ണം ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഒന്നിങ്ങനെ പൊന്തി നിൽക്കാൻ. അത് വേണമെന്നൊന്നുമില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ലൈസ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണാം കേട്ടോ. അപ്പോൾ അതിലുണ്ട് എല്ലാ സാധനങ്ങളും, അതിൻ്റെ വിലയൊക്കെ.
ഇനി ഞാനിപ്പോൾ ഇതുപോലെ ബ്ലാക്ക് അക്രിലിക് കളർ എടുത്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടിഭാഗം വേണ്ട, സൈഡൊക്കെ മാത്രം മതി. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഞാൻ ഇതുപോലെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ള കളർ കാണണ്ടെന്ന് വെച്ചിട്ടാണ്. കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു ഓർഗനൈസർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് ഡെക്കറേഷൻ വേണമെന്നൊന്നുമില്ല, നല്ല പ്രിൻ്റുള്ള പേപ്പറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള കുഞ്ഞ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാല, വള, കമ്മൽ, നെയിൽ പോളിഷ് ഈ വക സംഭവങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യണമെന്നില്ല, നല്ലൊരു പ്രിൻ്റുള്ള പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ബോക്സ് ഒന്നും കളയണ്ട. ഇനി വേറൊരു വീഡിയോയിൽ വേറെ ഐഡിയ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ള പേരിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു പേജ് ഇത്ര നാൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലും ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്